എൻ്റെ പേര് ഷേർലി. ഞാൻ സെക്കൻഡ് ഗ്രേഡായിട്ട് PWDയിൽ വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആസ് എ ടീച്ചറായിട്ട് ഹോളിമാത അക്കാഡമിയിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്തു. ദാറ്റ് വാസ് മൈ KLDC എക്സാം ആയിരുന്നു. ആ എക്സാം എനിക്ക് വൻ ഫ്ലോപ്പായിരുന്നു, അത് വേണം പറയാനായിട്ട്. കാര്യം സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ഒന്നും എനിക്ക് ഭയങ്കര ലാഗിങ്. അതായത് ഞാൻ ടൈമിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നെഗറ്റീവ് മാർക്സ് കുറേ അടിച്ചു. പിന്നെ നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ എനിക്കത് അപ്പം മനസ്സിലായി. അതായത് ഗ്രൂപ്പ് സ്റ്റഡി ഒന്നും ഇല്ലാതെ സെൽഫ് പ്രിപ്പറേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ഷിൻഡോ സാറിനായിട്ട് സംസാരിച്ചു. സാർ, എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമോ, എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചോദിച്ചു. എപ്പോഴും നല്ലൊരു അഡ്വൈസറായിട്ടും നല്ലൊരു മെൻറ്ററായിട്ടും ഉണ്ടായിട്ടുണ്ട് സാറ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഷേർലി, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേ, ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ കൂടെ ഇരുന്ന് പഠിക്കും, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ എങ്ങനെ പഠിക്കും, എത്ര സമയം പഠിക്കും, പിള്ളേരുണ്ട്, വീട്ടിൽ നമ്മളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും സാറിനെ തന്നെ വിളിച്ചു. നമ്മൾ കാഷ്വൽ ടോക്കിൽ സാർ പറഞ്ഞു, കിട്ടുന്ന സമയമെല്ലാം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക, നീ നിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ദൈവം എന്നെ സഹായിച്ചെന്ന് വേണം പറയാൻ. എനിക്കൊരു നല്ല കൂട്ടായ്മ കിട്ടി. അതായത് എനിക്ക് കൂടെ ഇരുന്ന് പഠിക്കാൻ, ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ കുറച്ചധികം ഫ്രണ്ട്സിനെ കിട്ടി. അവരുടെ കൂടെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ടൈം സെറ്റ് ചെയ്ത് തുടങ്ങി. കാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കുക. അപ്പം എൻ്റെ കൊച്ചുറങ്ങുമായിരിക്കും, ആ സമയത്ത് എഴുന്നേക്കാം. അപ്പോൾ ഞാൻ എഴുന്നേക്കാൻ വിട്ടുപോയാൽ എൻ്റെ കൂടെയുള്ളവർ എന്നെ എഴുന്നേൽപ്പിക്കും. അങ്ങനെയുള്ളവരെയാണ് എനിക്ക് കിട്ടിയത്. അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഡ്രോബാക്ക് ഉള്ളതെന്നും എവിടെയൊക്കെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒരു കോൺസ്റ്റൻറ്റ് ബുക്ക് മതി എന്ന് തീരുമാനിച്ചു. എൻ്റെ സെൽഫ് നോട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഹോളിമാതയുടെ നോട്ട്സ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ബുക്സ് എന്ന് പറയാം. ഒരു 3 വോള്യൂംസ് ഓഫ് ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ എൻ്റെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ നമുക്കവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള വേറെ കുറേ സാർമാർ വന്ന് ക്ലാസ്സസ് എടുക്കുമായിരുന്നു. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊക്കെ. നമ്മളൊക്കെ ഓൾറെഡി അതിന് പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ പോലും വെറുതെ ക്ലാസ്സിൽ കയറി ഇരിക്കും. സാർ എപ്പോഴും പറയും, വെറുതെ ക്ലാസ്സിൽ കയറി ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൽ യൂസ്ഫുൾ ഉണ്ടാവും, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. അപ്പം ഞങ്ങൾ ആ ക്ലാസ് അവേഴ്സ് അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റാവുന്നവർ, ഞങ്ങളൊരു അറൗണ്ട് ഒരു 5-6 പേരോളം മേലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തമ്മി ആരാന്നറിയില്ല, മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോണിൽ കൂടി സംസാരിച്ചു. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാരാണെന്ന് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കോമൺ ഐഡൻറ്റിറ്റി ഹോളിമാത, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊറോണയുടെ കാലഘട്ടമാണ്. നമുക്ക് പുറത്ത് പോയി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഓഫ്ലൈനായിട്ട് പഠിക്കുക നടക്കാത്തൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു പ്ലാൻ ഞങ്ങൾ തീരുമാനിച്ചതും പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പഠിച്ചു തുടങ്ങി. പയ്യെ എല്ലാം റിവൈസ് ചെയ്ത് തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തു. ഓരോരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ച് പഠിക്കും. അന്ന് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചത്രേ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നും ചെയ്തു തുടങ്ങി. ഫൈനലി വൺ ഡേ നമുക്ക് എക്സാം വരും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേടി തോന്നുമായിരുന്നു, അയ്യോ എനിക്ക് പറ്റുമോ. അതായത് റിവിഷൻ എക്സാംസ് ഉണ്ടാവും ക്ലാസ്സിൽ. റിപ്പീറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് റിവിഷൻ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ സബ്ജക്ട്സും. നമ്മൾ അതും ഇതിൻ്റെ കൂടെ കൊണ്ടുവരക്കുക, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുന്ന ഒരു പിള്ളേരാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ അവരവരായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുക. ഞങ്ങൾ ഇലക്ട്രോണിൻ്റെ ബുക്കായിരുന്നു ഞങ്ങൾ കോമൺ ആയിട്ട് റെഫർ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എല്ലാ സബ്ജക്ട്സിനും അതിനുണ്ടായിട്ടുള്ള എക്സാംസും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ബുക്സ് ഞങ്ങൾ ഏറെക്കൂടെ ഒരു 10 തവണയോളം റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഞങ്ങൾ സെൽഫ് നോട്ട്സ് എത്ര തവണ റിവൈസ് ചെയ്തതെന്നൊന്നും പറയാനില്ല, മാത്രം നമ്മൾ ടൈം കിട്ടുന്നതനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏർലി മോർണിംഗ് എഴുന്നിട്ട് ഒരു 6 o'clock 7 o'clock വരെ ഓരോരുത്തരും പഠിക്കും.
അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യും, ഞങ്ങളങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കും. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രോബാക്സ് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ പഠിച്ചു. ഫൈനലി എക്സാം വന്നു. അപ്പോഴും പേടിയുണ്ടായി. അയ്യോ, അപ്പോഴും നമ്മൾ ഓടിയെത്തുന്നത് ശിവ സാറിൻ്റെ അടുത്താണ്. സാറേ പേടിയാകുന്നു, എന്ത് ചെയ്യും? അതായിരുന്നു നമ്മുടെ ഒറ്റ ചോദ്യം. സാറ് പറയും പേടിക്കണ്ട, കോൺഫിഡൻ്റ് ആയിട്ട് പോവാ, ഇത് നിൻ്റെ ദിവസമാണെങ്കിൽ നീ എക്സാം ക്രാക്ക് ചെയ്യും. ഫൈനലി സെക്കൻഡ് ഗ്രേഡിൻ്റെ എക്സാമിന് പോയി, എഴുതി, തിരിച്ചെത്തി, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തു, ആൻസർ കീ വന്നു, ആൻസേഴ്സ് റെഫർ ചെയ്തു, മാർക്ക് ക്ലിയർ ചെയ്തു. ഓക്കെ, നമ്മൾ വിൻ ചെയ്യുന്നതായി. അതിന് കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വച്ചില്ല. പിന്നെ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഓൺ ഗോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഒരു ദിവസം വന്നു, അഡ്വൈസ് ഓർഡർ എത്തി, റാങ്ക് ലിസ്റ്റ് വന്നു, പിന്നെ അഡ്വൈസ് വന്നു, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ സന്തോഷമായിട്ട് നമ്മളെ സ്ട്രഗിൾസിൻ്റെ ഇടയ്ക്കും പഠിച്ചു. അപ്പോൾ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ഓഫ് സ്ട്രഗിളാണ്. എനിക്ക് എൻ്റെ കൊച്ചുണ്ടായിരുന്നു, തീരെ കുഞ്ഞു കുട്ടിയാണ്, അവനെ നോക്കണം. ഫാമിലിയിൽ നമുക്ക് നമ്മളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യണം. ഹൗസ് ഹോൾഡ് തിങ്സും കാര്യങ്ങളെല്ലാം ഒന്നും തന്നെ മാറ്റി വെച്ചില്ല. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു രസം, ഗുഡ് പാർട്ട് എന്ന് പറയാൻ. എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ അതുപോലെ ചെയ്തു. പഠിക്കുന്ന ഇടയിൽ ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യായിരിക്കും, അപ്പോഴും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത്, ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡിയിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ അതും പഠിച്ചു. അങ്ങനെയും പഠിച്ചിട്ട് ഉള്ള സമയമുണ്ട്. അപ്പോഴും ഞാൻ സമയം വേസ്റ്റ് ചെയ്തില്ല. അപ്പോഴും എൻ്റെ ക്വാളിറ്റി ടൈം ഞാൻ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, എൻ്റെ നല്ല ഫാമിലി സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടായ ശിവ സാറിൻ്റെ സപ്പോർട്ടും എൻ്റെ പ്രിയ കൂട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും പഠിച്ച് ജോലി കിട്ടി. ഇന്ന് ഞാൻ സർവീസിൽ പ്രവേശിച്ച് 6 മാസമായി. ഐ എം ഹാപ്പി വിത്ത് മൈ ജോബ്. ഇനിയും എൻ്റെ ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു ഫർദർ ഹയർ പൊസിഷൻസിലോട്ട്. താങ്ക് യു. എൻ്റെ എക്സ്പീരിയൻസ് ഒരു കൺസിസ്റ്റൻസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. പിന്നെ ഒരു നോട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ നോട്ടിലും എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റഡി മെറ്റീരിയലിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസ് എഴുതി. ഈ 3 കാര്യമാണ് ഞാൻ ചെയ്തത്. അതാണ് എൻ്റെ സക്സസ്സിന് കാരണം.